ഞാനിപ്പോ ഇങ്ങോട്ട് കേറുമ്പോൾ എന്റെ നാട്ടില് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഒരുപക്ഷെ വാർത്ത കാണാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ വയലിന് വന്നു, നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാട്ടിൽ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് 6 പേരെ ഒരുത്തം കൊന്നു. പേര് അഫ്ഫാൻ. ഇന്നത്തെ രാത്രി ഞാൻ വയലിന് കയറുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ ബാവ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലിരിക്കുമ്പോൾ വന്ന വാർത്തയാണ്. 6 പേരെ വെട്ടിക്കൊന്നതായുള്ള വിവരമാണ് വരുന്നത്. 3 വീടുകളിലായി 6 പേരെ വെട്ടിക്കൊന്നതായുള്ള വിവരമാണ് വരുന്നത്. ഇന്നത്തെ വാർത്തയാണ്. ഒരു 1.5 മണിക്കൂർ മുമ്പ് നടന്ന വാർത്തയാണ്. അതും ഞാൻ താമസിക്കുന്നിടത്തും 1 കിലോമീറ്റർ അപ്പുറത്ത്. അതും കൊന്നത് മുസ്ലിമാണ്. ആദ്യഘട്ടത്തിൽ 6 പേർ കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അല്പസമയങ്ങൾക്ക് ശേഷം അതിൽ ഉമ്മ മരിച്ചിരുന്നില്ല എന്ന വാർത്തയും പുറത്തു വന്നു. എലിവിഷം കഴിച്ച പ്രതി കൂസലുമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി നിലവിൽ ആരോഗ്യവാനാണെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പ്രതിയുടെ മാനസിക നിലയും ലഹരി ഉപയോഗവും പരിശോധിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഷെമീനയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അതും കൊന്നത് മുസ്ലിമാണ്. വയലിന് വല്ല കുറവുണ്ടോ? മദ്രസയ്ക്ക് വല്ല കുറവുണ്ടോ? യതീംഖാനയ്ക്ക് കുറവുണ്ടോ? ദീനീ സ്ഥാപനങ്ങൾക്ക് കുറവുണ്ടോ? പിരിവുകൾക്ക് കുറവുണ്ടോ? ഏതെങ്കിലും ഒരു മുസൽമാന് ബോധം വരുന്നുണ്ടോ? വാപ്പയും ഉമ്മയും തന്റെ മക്കള് രാത്രി 9 മണി കഴിഞ്ഞാൽ എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? സുബൈദമാരായി നിങ്ങൾക്ക് മാറണോ? മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ, അതിന്റെ തൊട്ടടുത്താണ് പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ഉമ്മമാർക്കും 2 കണ്ണ് പോരാ, ഇനി 1000 കണ്ണുണ്ടാകണം. പടച്ചവനാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മജ്‌ലിസിനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്, 1000 കണ്ണുകളോടെ ജീവിക്കണം നമ്മൾ. അടുക്കളയിൽ ഉമ്മ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നു ഉമ്മയെ. ആ ഉമ്മ വീഴുന്നില്ല. വീണ്ടും ഉമ്മയുടെ നെഞ്ചത്ത് കുത്തുന്നു. ഉമ്മ പെടഞ്ഞു വീഴുന്നു. മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ അടുക്കളയിൽ ഇരുന്ന ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് ഉമ്മയുടെ തലക്കടിച്ചിട്ട് ആ മകൻ കൊന്നുകളഞ്ഞു. എവിടെ? മലപ്പുറം ജില്ലയിൽ. മുസ്ലിമാണ്. എന്നിട്ട് വാപ്പയോട് പറഞ്ഞുവത്രേ, അതെനിക്ക് ഉറപ്പുള്ള കാര്യമല്ല, ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? വാപ്പയോട് ചെന്നിട്ട് മകൻ പറഞ്ഞു എന്ന്, ഞാൻ ശൈത്താനെ കൊന്നിട്ടാ വന്നതെന്ന്. ഏതാ ശൈത്താൻ? ഉമ്മ. സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട്, നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി എന്ന് സുബൈദ എന്ന പെങ്ങളുടെ മുഖത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബ്രെയിൻ ട്യൂമർ വന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് കഴുത്തിലേക്ക് കൊടുവാള് കൊണ്ട് ആഞ്ഞു വെട്ടിയിട്ട് മകൻ ആഷിഖ് പറഞ്ഞതാണ്. എന്താ പേര്? ആഷിഖ്. ഇതൊക്കെ 1 മാസം മുമ്പ് നടന്നതല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം. അടക്ക മരമായ വെക്കാൻ പറ്റൂല, കരുതിയിരുന്നോ? അടക്കയാണെങ്കിൽ ഈ പറയുന്ന മടിയിൽ നമുക്ക് തിരികെ വെക്കാം. അടക്ക മരമായ വെക്കാൻ പറ്റൂല. എന്റെ മകൻ അങ്ങനല്ല, എന്റെ മകൾ ഇങ്ങനല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ ആഷിഖിന്റെ ഉമ്മ സുബൈദ പറഞ്ഞത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് 1.5 വയസ്സുണ്ടായിരുന്ന ആഷിഖ് എന്ന പ്രിയപ്പെട്ട മകനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചവളല്ലേ സുബൈദ. എന്നിട്ട് വീടുകൾ കയറിയിറങ്ങിയിട്ട് പാത്രം കഴുകിയും മുറ്റമടിച്ചും തുണിയലക്കി കൊടുത്തും കിട്ടിയ പൈസ കൊണ്ട് തന്റെ മകൻ ആഷിഖ് കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കാൻ വേണ്ടി 5 പവന്റെ സ്വർണം മാച്ചു വെച്ച് കാത്തിരുന്ന ഉമ്മയല്ലേ സുബൈദ. ഈ പാടുപെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് മാരകമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ആ മാതാവ് ഒരാളും ചോദിക്കാനില്ലാത്തതിന്റെ പേരില് അനുജത്തിയുടെ വീട്ടിൽ സർജറി കഴിഞ്ഞിട്ട് തലയിൽ സ്റ്റിച്ചിട്ടുകൊണ്ട് കിടക്കുന്ന വിശ്രമിക്കുന്ന ഉമ്മയുടെ മുമ്പിൽ
ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് കൊടുവാള് വാങ്ങി തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞിട്ട് വന്ന് ആ ഉമ്മയുടെ കഴുത്തിൽ ആഞ്ഞാഞ്ഞ് വെട്ടുമ്പോഴും അവൻ എന്തേ ബോധമില്ലാതെ പോയത്? അവൻ കഞ്ചാവിനും MDMA-ക്കും ഇരയായി എന്നതിന്റെ പേരിലല്ലേ? ഈ പറയുന്ന എന്നെ ഒരാൾ ഇപ്പൊ ഓടി വന്ന് വെട്ടി നുറുക്കിയാൽ അവനെന്ത് നവാസ് മന്നാനി, അവനെന്ത് ഇസ്ലാമിക പ്രഭാഷകൻ, അവനെന്ത് മജ്ലിസുൽ ഇൽമ്? ബോധമില്ലല്ലോ ഇവനൊന്നും. 3 ദിവസം 4 ദിവസം ദുനിയാവുമായിട്ടൊരു ബന്ധം ഉണ്ടാവൂലെന്നാ പറയുന്നത് കഞ്ചാവും MDMA ഉപയോഗിച്ചാൽ. ആരാ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണോ? ഈ ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉമ്മത്ത് മുഹമ്മദിലല്ലേ ഏറ്റവും കൂടുതൽ കഞ്ചാവും ലഹരിയും ഉള്ളത്? അതും ആണുങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികൾ, നിങ്ങളെ പറഞ്ഞാ ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ട്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും സമുദായത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അയാളുടെ ബാധ്യത എന്ന നിലയിൽ പ്രസംഗിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ബഹിഷ്കരിക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ മുസ്ലിം പെണ്ണുങ്ങൾ പന്നികളെ പോലെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാട് നീളെ വർഗീയത പരത്തിയവരെ 1/2 മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ നിയമമില്ലാതിരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം പെണ്ണുങ്ങളുടെ വിഷയത്തിൽ പലർക്കും കണ്ണുനീര് വരുന്നത്. ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാറിയാടോ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ പറയാനുള്ളൂ. ഈ സന്ദർഭത്തില് മുസ്ലിം പെണ്ണിന്റെ കണ്ണീര് കാണാൻ മുസ്ലിം ഭർത്താക്കന്മാരുണ്ട്, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മഹല്ല് ഭാരവാഹികളുണ്ട്, ഇല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക പ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമുണ്ട് മുസ്ലിം പെണ്ണിന് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അല്ലാതെ വിളിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് പറക്കാത്ത കുഞ്ഞിന്റെ തന്തയാകാൻ ഒരുത്തന് ശ്രമിക്കണ്ട എന്നാ പറയാനുള്ളത്. ഇന്നിപ്പോ അങ്ങനെയാണ് ഓരോ ചാനലുകളിലും. എന്താ മുസ്ലിം പെണ്ണിനോട് ഇത്ര സ്നേഹം അവർക്ക്? നിങ്ങൾക്ക് ഈ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മുസ്ലിം പെണ്ണ് പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞവനെ ഇതുവരെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അപ്പൊ കുതിര ഓടും പോലെ കേരളത്തിലൂടെ ഓടുകല്ലേ? ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ അവനെ? ഒരു ഭ്രാന്ത് പിടിച്ചവനെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം പെണ്ണ് അവൾ അച്ചടക്ക ബോധമുള്ളവളാകണം, അവൾ മര്യാദയുള്ളവളാകണം എന്ന് പ്രസംഗിച്ചു പോയാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിച്ചിട്ട് ആ പണ്ഡിതന്മാര് ഇന്ന് ചന്ദ്രനിലേക്ക് വിടാൻ വേണ്ടി നിൽക്കുകയാണ് കുറെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാട്ടിമാര്. ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ പൊന്നുപെങ്ങളെ മര്യാദയ്ക്ക് ശരീരം മുഴുവനും മറച്ച് തുറന്നു കാണിക്കേണ്ട നിന്റെ കെട്ടിയോന്റെ മുമ്പിൽ മാത്രം കാണിക്കണം. നിന്റെ മക്കള്, പ്രായപൂർത്തിയെത്തിയ മക്കള് നിന്റെ ബെഡ്റൂമിൽ അനുവാദമില്ലാതെ 3 സമയങ്ങളിൽ കടന്നു വരാതെ നീ സംരക്ഷിക്കണമെന്ന് ഖുർആനിന്റെ ആയത്തോതി പ്രസംഗിക്കുമ്പോൾ അത് പാരതന്ത്ര്യമാണെന്ന് പറയുകയും സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു പെണ്ണ് ശരീരം മറയ്ക്കാത്ത വസ്ത്രമിട്ടുകൊണ്ടേ ഓഫീസിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുകയും ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറയുകയും, എന്നാൽ ആ മാനേജർക്കോ അല്ലെങ്കിൽ അവിടത്തെ ഏതെങ്കിലും MD-ക്കോ ചായ കൊണ്ട് കൊടുക്കുന്നത് സ്വാതന്ത്ര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന തലതിരിഞ്ഞ സംവിധാനങ്ങളിലൂടെ മുസ്ലിം പെണ്ണിനെ വലിച്ചടയ്ക്കുമ്പോൾ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, പടച്ചവനെ സാക്ഷിയാക്കി ഈ ഡേറ്റും ഈ ദിവസവും ഈ സമയവും എന്റെ പേരും എഴുതി നിങ്ങൾ വെച്ചോ. നാളെ ഒരു സമയം വരാനുണ്ട് മുസ്ലിം പെണ്ണേ, ആ സമയം നിങ്ങൾക്ക് ഒരാളും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാവൂല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന മുതല കണ്ണീര് പൊഴിക്കുന്ന ഇവിടത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കുറെ ആളുകൾ, അവരൊന്നും ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. നിങ്ങളെ വീണ്ടും വീണ്ടും ചങ്ങലയിലേക്ക് ബന്ധിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ, മുസ്ലിം പെണ്ണ് ഒതുങ്ങണം, ഒതുങ്ങിയേ പറ്റൂ, നിർബന്ധമല്ല. നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ, അല്ലാതെ ഒരിക്കലും നിങ്ങളെ ഒരു കുറ്റിയടിച്ച് കെട്ടിയിടാൻ നിങ്ങൾ എരുമയോ പശുവോ അല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പക്ഷേ നിങ്ങൾ നാളെ ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു മനുഷ്യനോട് അല്ലാഹു പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണമെന്നാണ്.
ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എന്ന് കരുതിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുരു പൊട്ടുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളുടെ കുരു പൊട്ടി ഒലിക്കാമെന്നതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മെയ്യനങ്ങി മേലനങ്ങി പണിയെടുത്ത് മക്കൾക്ക് വല്ലതും കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ മതപണ്ഡിതന്മാരുടെ ക്ലിപ്പിന്റെ ഏതെങ്കിലും ശകലം വെട്ടിയെടുത്ത് അതിങ്ങനെ ചാനലിൽ വന്നിരുന്നിട്ട് നാണക്കേട്ട് ഇതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഇസ്ലാം മത പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാനാണ് നിങ്ങളെ ശ്രമമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങളെ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പ്രബോധകന്മാരുടെ പ്രബോധനം വെടിവെച്ചു കൊല്ലുന്നതുവരെ, അല്ലെങ്കിൽ ബോംബ് വെച്ച് കൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ അവരെ ആക്രമിച്ചു കൊല്ലുന്നത് വരെ, അവരെ ചുട്ടരിക്കുന്നത് വരെ, മരിച്ചു കിടന്നാലും അല്പമെങ്കിലും ആയുസ് ബാക്കിയുണ്ടെങ്കിൽ അവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ധർമ്മമാണത്, അവരുടെ ധർമ്മമാണ്. ഒരു മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സഹോദരിമാരെ ഗൗരവത്തോടെ 9 മണി കഴിഞ്ഞാൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാ, ഒരു മക്കളെയും പുറത്തുവിടരുത്, ഒരു മക്കളെയും പുറത്തുവിടരുത്. 9 മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മകനും മകളും വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കണം. സഹോദരിമാരെ, നിങ്ങൾ ക്യാമ്പസുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളാണ്. ആ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ കുഞ്ഞ് അനുജത്തിമാരാ നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും പലരുടെയും കച്ചവടത്തിന്റെ ഇരകളും ബ്രോക്കർമാരുമാകാറുണ്ട്. കഞ്ചാവും MDMA ഒക്കെ ഉപയോഗിക്കുന്ന, അതിന്റെ ക്രയവിക്രയം ചെയ്യുന്നവരായി നിങ്ങൾ മാറാറുണ്ട്. നിങ്ങൾ അതില് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പൊന്നുമോളെ, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അതിൽ അടച്ചിടപ്പെട്ടവരായി പോകും. അവസാനം നിങ്ങളുടെ ഗതി ആത്മഹത്യയല്ലാതെ മറ്റൊന്നും ഉണ്ടാവൂല. നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന വാപ്പയും ഉമ്മയും ഇല്ലേ, നിങ്ങളെ പ്രിയപ്പെട്ട അനുജനും അനുജത്തിമാരുമില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, ഈ വലയത്തിലൊന്നും പോയി വീടരുത്. പഠിക്കാൻ മക്കളെ വിടാൻ പറ്റാത്തൊരു കാലം, ഒരു കാരണവശാലും നമ്മുടെ മക്കളെ പുറത്തു വിടാൻ പറ്റാത്ത കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് 1000 കഴുകന്റെ കണ്ണുകളെ പോലെ നോക്കി നിങ്ങൾ നടക്കണം നിങ്ങളുടെ മക്കളെ. പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീര് കണ്ടിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. എന്ത് സംഭവിച്ചാലും വീട്ടിൽ വിവരം കൊടുക്കണം, അധ്യാപകരോട് വിവരം കൊടുക്കണം. ആ വിവരം അനുസരിച്ച് അവർ നേരത്തെ തന്നെ കൈകാര്യം ചെയ്ത് ഇതിനൊരു പരിഹാരം കാണും. അതല്ല മുറുകി 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 അവസാനം നിങ്ങൾക്ക് ആ മുറുക്കങ്ങോട്ട് വല്ലാതെ ഇറുകിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയൂല. നാളെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ ഇന്നത്തെ പ്രസംഗമൊക്കെ ഒന്ന് ആലോചിക്ക്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ ചോരയാണ്. ആ മക്കളെ 9 മണി കഴിഞ്ഞാൽ പുറത്തു വിടരുത്, ഒരു കാരണവശാലും പുറത്തു വിടരുത്. വാപ്പ വന്നിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോനെ എന്തോ ശകാരിക്കുമ്പോ പറഞ്ഞ വാക്കെന്താ? അതും മുസ്ലിമാണ്. എടോ, താൻ തന്താണെന്നൊന്നും ഞാൻ നോക്കൂല. ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ. താൻ തന്തയാണെന്നൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് ആ വളഞ്ഞിട്ട് ആക്രമിക്കുക. ആദ്യം ചവിട്ടിയത് ആ മകനാ. പിച്ച വെക്കാൻ പഠിപ്പിച്ച വാപ്പ, നടക്കാൻ പഠിപ്പിച്ച വാപ്പ, കഴിക്കാനും കുടിക്കാനും പഠിപ്പിച്ച വാപ്പ, പല്ല് തേച്ചു കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ് ഇടിയിപ്പിച്ച് മദ്രസയിലും സ്കൂളിലും കൊണ്ടുവന്നാക്കിയ വാപ്പ, എന്ത് വേണമെന്ന് പറഞ്ഞിട്ടും നിർബന്ധം പിടിച്ചപ്പോ അതൊക്കെ വാങ്ങിത്തന്ന വാപ്പ, അവസാനം വളർന്ന് കഞ്ചാവിനിരയായി മാറിയപ്പോ ആ വാപ്പയെ ചവിട്ടി മതിക്കുന്ന മക്കൾ. ഞാൻ സങ്കടപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്, ഇവരെയൊക്കെ പിടിച്ചകത്തിടാൻ ഇവിടെ നിയമമൊന്നും ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് നിയമമൊന്നുമില്ല ഈ രാജ്യത്ത്, ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടിച്ചകത്തിട്ട് പുറം ലോകം കാണിക്കാതിരിക്കാൻ.
ഇവനെയൊക്കെ അകത്ത് പിടിച്ചാൽ അവനെയൊക്കെ ഇറക്കാൻ വക്കീലുമാര്, അവനെയൊക്കെ ഇറക്കാൻ കുറെ രാഷ്ട്രീയക്കാര്, അവനെയൊക്കെ ഇറക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ നടക്കാൻ. വീണ്ടും ഇവിടെ ക്രിമിനലിസം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചിലരുടെ ആഗ്രഹവും. കാരണം എന്താ? ഒരുത്തനും നന്നാവരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ ഇത്രയും വികാരത്തോടുകൂടി അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളി നിങ്ങളുടെ മക്കളെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പേടിയാ സഹോദരങ്ങളെ, പേടിയാണ്.